ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. പിന്നെ കൊഞ്ച് കറി എന്ന് പറയും, ഇംഗ്ലീഷിൽ പ്രോൺസ് എന്ന് പറയും. ഇതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാണാം വീഡിയോ. ഇതിപ്പോൾ ചെമ്മീൻ വാങ്ങിക്കൊണ്ട് വച്ചിരിക്കുക. ഇതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്യണം. ഈ ഷോപ്പിൽ ക്ലീൻ ചെയ്ത് തരും അവർ. പിന്നെ ഞാൻ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാതെ തന്നെ വാങ്ങിയിട്ടൊന്ന് വീട്ടിൽ കൊണ്ടുവച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി വേണം. അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. മോളാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. നല്ലോണം 12:30 വരെ ഉറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ജോലി കൊടുത്തതാണ്. ഇതിൽ വറക്കാനുള്ള ഐറ്റങ്ങളാണ് തേങ്ങ, ഇത്തിരി നല്ലോണം കുരുമുളക്, ഇത് ചെറിയ ഉള്ളി 2 പീസ്, കുറച്ച് എക്സ്ട്രാ വേറെ വേണം. ഇതിപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2 പീസ്. അത് വലിയ പീസല്ല, ചെറിയ ഇത് മോൾക്ക് അറിയാതെ എടുത്തിട്ടത് അവൾ. ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു 2 പീസ് മതി. ഇതേ ഒരു ചെറുതായിട്ട്. അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ വറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. സിമ്മിലിട്ട് വേണം എപ്പോഴും വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതൊന്ന് വറുത്തെടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ ഒരു അംശം മാറിയ ശേഷം ഒരു ശകല എണ്ണ ഒഴിക്കുക ഇതിലോട്ട്. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഇതിൽ. ശകല എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേണ്ട, ശകലം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നല്ലോണം വറക്കുക. സിമ്മിലിട്ട് വേണം വറക്കാൻ. ഇതിൽ ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ശകലം മല്ലിപ്പൊടി. മുളക് പൊടി അധികം വേണ്ട, പെപ്പർ ചേർത്തിരിക്കുന്നതുകൊണ്ട് അധികം മുളക് പൊടി ഇല്ലായിരിക്കുന്നത്. ഇതിൽ നല്ല എരിവ് വരും. അതുകൊണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കണക്കിന് ഉള്ളിയും പെപ്പറും എല്ലാം കിടന്ന് നല്ലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൽ മുളക് ഒരു വലിയ പീസ് കിടപ്പുണ്ട്. അത് ഞാൻ ഇട്ടതല്ല. ഇത് ഞാൻ തന്നെ വീട്ടിൽ മുളകെല്ലാം പൊടിച്ചെടുക്കും, മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതോ ഒന്ന് പൊടിയാതെ കിടന്നത് മാത്രമാണ്. ഇല്ല, നിങ്ങൾക്ക് മുളക് പൊടി ഇല്ലെങ്കിൽ മുഴുവൻ മുളകും മല്ലിയും ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും വറക്കാം. നല്ലവണ്ണം അരച്ചെടുത്താൽ മഷി പോലെ അരച്ചെടുക്കണം. ഇതൊന്ന് നല്ലവണ്ണം ചൂടായി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കറുത്ത് കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് മീൻ കഴുകി വെച്ചിരിക്കുക. പ്രോൺസ് എപ്പോഴും കഴുകുമ്പോൾ വൃത്തിയായിട്ട് കഴുകണം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മണ്ണുണ്ട്, അതുകൊണ്ടാണ്. ഇത് ഒരു പിടി പ്രത്യേകം ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി മാത്രമേ ഇടാവൂ. ഇത് നൈസായിട്ട് നീളത്തിലരിഞ്ഞ ചെറിയ ഉള്ളി. വലുതായിട്ട് അരിയണ്ട. പിന്നെ വലിയ ഉള്ളിയും ചേർക്കരുത്. എപ്പോഴും ചെറിയ ഉള്ളി മാത്രമേ ചേർക്കാവൂ ഇതിൽ. ചെമ്മീനിലെ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ പ്രധാന ഒരു ഐറ്റം. വറുത്തരയ്ക്കുന്നതിന് മാത്രം, അല്ലാതാണെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പം നല്ലവണ്ണം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയെ ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇതായി കളർ മാറിപ്പോവും. അതുകൊണ്ട് ആദ്യം ഒന്ന് പൗഡർ പോലെ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരയ്ക്കുക. നല്ലവണ്ണം അരച്ച് ഈ മീനിലോട്ട് ഒഴിക്കുക. ഇനി ഇതിൽ കുറച്ച് നല്ല പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. പിഴിയുന്ന പുളിയാണ്. അത് ആവശ്യത്തിന്, നിങ്ങളുടെ പുളി എത്ര വേണോ അത്രയും ആവശ്യത്തിന് എടുക്കുക. കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം കലക്കി ഒന്ന് നിങ്ങൾ അടുപ്പിലോട്ട് വയ്ക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കണം. വേണമെങ്കിൽ കറിവേപ്പില ഇടാം. കറിവേപ്പില ലാസ്റ്റ് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് മുന്നേ ഇപ്പോഴും തന്നെ തിളയ്ക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ഇടാം. ഇതൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി നല്ലൊരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രത്യേകം പാത്രത്തിൽ കടുവറക്കണം. വേറെ അതിന് കുറച്ച് ചെറിയ ഉള്ളിയെല്ലാം ആവശ്യമാണ്. അതിന് കുറച്ച് ഞാൻ വച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി, കുറച്ച് എണ്ണ ഒഴിക്കുക. ആദ്യം ഒരുപാട് എണ്ണ വേണ്ട, ശകലം എണ്ണ മതി. ഇനി കുറച്ച് കടുക് അതിലോട്ട് ഇടണം. ശകലം കടുകിട്ട് അതൊന്ന് ചൂടായി, നല്ല ചൂടായി വന്നിട്ട് അത് പൊട്ടുന്നൊരു സമയത്ത് കുറച്ച് ഉള്ളി ഇടണം. ഇതൊന്ന് വരുന്നതേ ഉള്ളൂ, ചൂടായി ഇപ്പോൾ പൊട്ടും. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉള്ളി ഇടുക അതിലോട്ട്. ചെറിയ ഉള്ളി, വട്ടത്തിലരിഞ്ഞ ഉള്ളി തന്നെ ഇടണം. വട്ടത്തിലരിഞ്ഞിടണം, എന്നാലേ അത് കാണാനൊരു ഭംഗിയുള്ളൂ.
ഉള്ളിയിട്ടു. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ നിറാവണം. കുറച്ചൊന്ന് നല്ലൊരു ബ്രൗൺ നിറാവുമ്പോഴത്തേക്ക് കടുക് ഇറക്കാനുള്ള ചുമന്ന മുളക് ഒരു 2 പീസോ 3 പീസോ നിങ്ങൾക്ക് ആവശ്യമുള്ള ചുമന്ന് വന്നിട്ടുണ്ട്. ഞാൻ കടുക് ഇറക്കുന്ന മുളക് ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് നല്ലൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയും കുഴപ്പമില്ല, കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കറിവേപ്പില വാടുന്ന രീതിയിലാവുന്നവരെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ നല്ലൊന്ന് ബ്രൗൺ നിറാകുമ്പോൾ എടുത്ത് ഈ മീൻകറിയിലോട്ട് ഒഴിക്കുക. എന്നിട്ട് വേഗം തന്നെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇളക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഇതിങ്ങനെ ഇരുന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ മൂടിയെടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ കടുക് വറുത്ത് ഇട്ട ആ മണം എല്ലാം പോവും. ഇല്ലെങ്കിൽ ഈ കറിയിൽ തന്നെ അങ്ങനെ ഇരുന്നിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴും ആ മണം തിരിച്ച് നമുക്ക് അങ്ങനെ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ മണമെല്ലാം കാറ്റിൽ പറന്നു പോവും. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഇനി നിങ്ങൾക്ക് വിളമ്പാൻ നേരത്ത് ഇത് ഓപ്പൺ ചെയ്താൽ മതി.